15-ാം തീയതി തിങ്കളാഴ്ച KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുകയാണ്. അപ്പൊ എല്ലാ ബസ്സിലൊന്നും ഇല്ല കേട്ടോ, അവര് പറഞ്ഞ പോലെയൊന്നും ഇല്ല. ഇപ്പൊ KSRTC ഓർഡിനറി ബസ്സിൽ മാത്രമുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്നുണ്ട്. അപ്പൊ അതിനെതിരെ പുരുഷ സംഘടനകൾ സമരം നടത്താൻ പോവുകയാണ്. അവരോടൊരു കാര്യം പറയുകയാണ്, അപ്പൊ പുരുഷ സംഘടനയൊക്കെ നടത്താൻ പോകുന്ന ഈ ഒരു സമരമുറിയിൽ വണ്ടി തടയല്, വണ്ടി കയറി സൗജന്യമായിട്ട് യാത്ര ചെയ്ത് പ്രതിഷേധിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് തന്നെയാണ് നഷ്ടപ്പെടാനുള്ളത്. നമ്മുടെ പേരിൽ പല പല കേസുകൾ വരും. സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരും സർക്കാരിന്റെ രൂപീകരണത്തിൽ പങ്കാളികളായിട്ടുള്ള പുരുഷന്മാരാണ്. എന്നിട്ട് അവരെ തഴഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര അനുവദിക്കുന്നതിനെ അവരെതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയട്ടെ. അവർക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലൊന്നുമല്ല. അവർക്ക് ജോലി എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പ്രായമായിട്ടുള്ള പുരുഷന്മാരില്ലേ, 60-70 വയസ്സൊക്കെ ഉള്ള ആൾക്കാർ, മക്കളും ആരും തന്നെ ഒരു വരുമാനമില്ലാത്ത ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ. അവരെങ്കിലും യാത്ര ചെയ്യാൻ അനുവദിച്ചുകൂടെ സൗജന്യമായിട്ട്? പിന്നെ വികലാംഗർക്ക്, പിന്നെ കാഴ്ച ശക്തിയില്ലാത്ത ആൾക്കാർ, ഇവരെല്ലാം തഴഞ്ഞിട്ട് ഈ പെണ്ണുങ്ങൾക്ക് മാത്രം, സ്ത്രീകൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, കാലാകാലങ്ങളായിട്ട് കേരളത്തിലെ സർക്കാരിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ പുരുഷന്മാർ വഹിക്കുന്ന പങ്ക് വളരെയേറെ ആണ്. കാരണം വെച്ചാൽ മദ്യവും ലോട്ടറിയും കൂടുതലും ആരാണ് ഉപയോഗിക്കുന്നത്? പുരുഷന്മാരല്ലേ. അതിലൂടെ സർക്കാരിനുടെ എന്തോരം വരുമാനമാണ് സർക്കാരിന് ഉണ്ടാകുന്നത്. എന്നിട്ട് ഈ പുരുഷന്മാരെ തഴയുമ്പോൾ അവരത് ബഹിഷ്കരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും നഷ്ടമല്ല ഉണ്ടാവുന്നത്, ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഈ ഒരു പ്രതിഷേധം എന്തുകൊണ്ടും നല്ലതല്ലേ? ഈ ഒരു സർക്കാർ അധികാരത്തിലേറിയല്ല, സ്ത്രീകളുടെ വോട്ട് കൊണ്ട് മാത്രമാണ് ഇവര് അധികാരത്തിൽ കയറിയത്. പുരുഷന്മാരുടെ വോട്ടിന് യാതൊരു വിലയില്ലേ?